പൂട്ടിട്ടേക്കുമായിരുന്നു. ലോക്ക്ഡൌണിന്റെ താക്കോലിനേക്കാളും വലിയ താക്കോലായിരുന്നു ക്യാമറയുടെ മുമ്പിൽ വരുമ്പോൾ ജോസ്റ്റാൻ്റെ വായിക്കിട്ടേക്കുന്നത്. അപ്പൊ ഇത് അറിയാവുന്നവരുണ്ടെ ക്ഷമിക്കണേ, ഒട്ടും അറിയാത്തവരുണ്ടെങ്കിൽ ചെയ്തോട്ടെന്നും പറഞ്ഞ് കാണിക്കുന്നതാണേ. AC ക്ലീൻ ചെയ്യുന്നതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. തൽക്കാലം ഇപ്പോൾ ആരും സഹായത്തിനോ ഇലക്ട്രീഷ്യന്മാരോ അല്ലെന്നുണ്ടെങ്കിൽ AC റെഫ്രിജറേഷൻ ആൾക്കാരെ ആരും തൽക്കാലം സഹായം ഇല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ തൽക്കാലം നിങ്ങളുടെ AC നല്ല രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കാം. വളരെ ഈസി മെത്തേഡാണ്. അതിന്റെ 2 സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതിന് മുമ്പേ ഞാനൊന്ന് പറഞ്ഞു തരാം. ഇതിന്റെ ആ 2 സൈഡ് നിങ്ങൾ മേലോട്ട് പൊക്കിട്ട് ഫിൽറ്റർ ഊരി കഴുകി കയറ്റിയിടുകയാണ്. അതൊന്ന് തുടങ്ങി. ഇത് കാരിയറിന്റെ ഇൻവെർട്ടർ AC ആണ്. അതിന് വേണ്ടി ദാണ്ട് ഇത്രയൊരു ബയൻഡോ അല്ലെങ്കിൽ ഒരു തുണിയോ എന്തെങ്കിലും എടുക്കുക. അറ്റ്ലീസ്റ്റ് ഇതേപോലെ ഒരു തുണി നല്ലപോലെ നനച്ച് പിഴിഞ്ഞെടുത്തത് വേണം. നനവും ആവരുത്, വെള്ളം ഇട്ട് വീഴുകയും ചെയ്യരുത്, ഈർപ്പമായിട്ട് വീഴുകയും ചെയ്യരുത്. രണ്ടാമത് ഇതേപോലെ ഒരു ബ്രഷ് എടുത്തോളെ, അല്ലെ പെയിന്റ് അടിക്കുന്ന ഏതെങ്കിലും ഒരു ബ്രഷ്. രണ്ടാമത് AC ഇപ്പൊ ഇങ്ങനെ ഇത് കാരിയറിന്റെ AC ആണ്. ഇപ്പൊ ഇതിന്റെ സർവീസ് കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതാണ്. സർവീസിംഗ് എന്ന് പറഞ്ഞാല് 1 വർഷത്തെ 1 ഇയർ അവരുടെ സർവീസ് കഴിഞ്ഞു. ഇനിയിപ്പം ലോക്ക്ഡൌൺ ആവുമ്പോ വിളിച്ചാൽ വരില്ലല്ലോ, ആരും വിളിക്കാനും പറ്റില്ല. അത് തന്നെയല്ല, ഇതിന്റെ ഇതൊക്കെ നമുക്ക് ചെയ്യാനേ ഉള്ളത്. പക്ഷെ പുറത്തത് ചെയ്യണമെങ്കിൽ ആ മെഷീൻ വെച്ച് കാറ്റടിച്ചേ പറ്റൂ. വെളിയിലെ നമ്മളുടെ അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്ന വെളിയിലാണ് വെച്ചിരിക്കുന്നത്. അത് വെള്ളം ഒഴിച്ച് കഴുകിയോ അതില്ലെന്നുണ്ടെങ്കിൽ എയർ അടിച്ച് കളയണമെന്നുണ്ടെങ്കിൽ അത് അവരെ കൊണ്ടേ ഒക്കത്തുള്ളൂ. അതിന്റെ മെത്തേഡൊന്നും നമ്മുടെ വീടുകളിലൊന്നും കാണത്തില്ല. പിന്നെ അത്യാവശ്യം ഇത് ക്ലീൻ ചെയ്യാം. ആദ്യം ഇത് ഓപ്പൺ ചെയ്യുന്നത് കണ്ട് ഈ 2 സൈഡ് പിടിക്കുക. ഇങ്ങനെ ഒരു സൈഡ് ഇളക്കുക, ഇളക്കുക, ഇതിങ്ങനെ മേലോട്ട് അങ്ങ് വെക്കുക. അപ്പോഴത്തേക്ക് ഇത് ഇവിടെ ഇങ്ങനെ ആ സൈഡിൽ നിന്ന് തൊട്ട് കാണിച്ചു ചെയ്തിട്ട് ഈ സൈഡ് ഇത് 2 ക്ലിപ്പാ. ഇത് മേലോട്ട് വലിച്ചാൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് മേലോട്ട് വരും. അപ്പൊ ഇത് ഇത്രയേ ഉള്ളൂ. ഇതൊരു ലോക്കാണ്. ഈ ലോക്കിനകത്താണ് ഇത് വീട് കിടക്കുന്നത്. അത് നമ്മൾ വലിച്ചു തുറക്കുക അറ്റ്ലീസ്റ്റ്. പിന്നെ അതിന്റെ സൈഡിൽ വല്ലതും പൊടി വല്ലതും ഉണ്ടോന്നുണ്ടെങ്കിൽ നാട്ടെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ഇതിനകത്ത് പൊടിയൊന്നുമില്ല ഞങ്ങളുടെ ഇവിടെ. അതേപോലെ തന്നെ നമുക്ക് ഇത് ഫുള്ള് അഴിച്ചു ചെയ്യണമെന്നുണ്ടെങ്കിൽ നാട്ടെ ഇവിടെ ഈ സ്ക്രൂവ് അതേപോലെ ഈ സ്ക്രൂവ് ഇത് അഴിച്ചു വേണമെന്നുണ്ടെങ്കിൽ ഫുൾ അഴിക്കാൻ. ഞങ്ങളിപ്പോൾ അത് അഴിക്കുന്നില്ല, കാര്യം അതിന്റെ ആവശ്യം ഞങ്ങൾക്ക് ഇല്ല. അപ്പൊ ഞങ്ങൾക്ക് ഈ ഫിൽറ്റർ മാത്രം ഇളക്കിയാൽ മതി. ഇപ്പം ഇത് കണ്ടോ, ഇത് മാത്രം അങ്ങ് ഇളക്കുക ആണ്ട്. രണ്ടാമത് അപ്പൊ ഏതാണ്ട് വീണ്ടും ഇത് നമ്മൾ ഇതേപോലെ ഇളക്കുന്നു. അതാണ്ട് ഇത് ഈ സൈഡ് 2 സൈഡ് ദാണ്ട് ഇത് കണ്ടോ, ഇതിനകത്തോട്ടും കയറ്റി അങ്ങ് വെക്കുവാണ്. ഈ 2 സാധനം നമ്മൾ കഴുകാൻ പോവുകയാണ്. ഇനി എന്തോടെ തുടയ്ക്കുക. ഇനി ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ തുടയ്ക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇളക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇളക്കുന്ന സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ കാണിക്കാം. ഇപ്പൊ ഇത് ഇളക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് ഇവിടെ ഇളക്കും, ഇവിടെ ഇളക്കും, ഇത് ഇളക്കും. ഇങ്ങനെ ഇളക്കി വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇതിപ്പോ പൊടി അതിനെക്കൊണ്ട ഇല്ല, അതുകൊണ്ട് പിന്നെ തുടച്ചെടുക്കാം. ഇതും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇളക്കാം. ഇതേപോലെ തുടയ്ക്കാവുന്നതാണ്. സ്വിച്ചൊക്കെ ഓഫ് ചെയ്തിട്ട് വേണം ഇതൊക്കെ തുടയ്ക്കാനും എടുക്കാനും. അത് ശ്രദ്ധിച്ചോണം. ഓണാക്കി ഇട്ടോണ്ടൊന്നും ആരും ചെയ്യരുത്. എന്നിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചാൽ മതി. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ബ്രഷിനകത്ത് വരാൻ വേണ്ടിയുള്ള പൊടി ഇല്ല കേട്ടോ. ഇങ്ങനെ 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 വേണമെന്നുണ്ടെങ്കിൽ പൊടിയില്ല. ഇങ്ങനെ തലയിൽ ഒരു തൊപ്പിയോ കാര്യങ്ങളോ എന്തെങ്കിലും വെക്കുവാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ കെട്ടുവാണെന്നുണ്ടെങ്കിൽ പൊടി ഡസ്റ്റ് കൂടുതലും നമ്മുടെ തലയിലും മുഖത്തും വീഴാതിരിക്കും. AC എന്ന് പറയുന്ന കെമിക്കൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തലയിൽ വീണ് കഴിഞ്ഞാലൊക്കെ പ്രശ്നം വരും. പിന്നെ രണ്ടാമത് ഇതേപോലെ ഒരു മാസ്ക് ഇതേപോലെ ഉപയോഗിക്കുകയോ കെട്ടുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അലർജി സംബന്ധമായിട്ട് എന്തെങ്കിലും അസുഖമുള്ളവരെ ഇത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ AC അവരുടെ ആൾക്കാർ ചെയ്യുന്ന അവരുടെ ആ സേഫ്റ്റിയുടെ എല്ലാം അവരിട്ടാണ് ചെയ്യുന്നത്. നമ്മളിതിപ്പോൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മളിത് അലർജി സംബന്ധമായിട്ട് അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും പഴയ പൊടികളോ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മൂക്കിൽ വരും, തുമ്മലോ അങ്ങനെയുള്ള അസ്വസ്ഥത ഒക്കെ വരും. അത് ഉണ്ടാവാതിരിക്കാണ്. ഇത് കണ്ടോ, ഇതിനെ പോയി കഴുകിക്കൊണ്ട് ചെയ്യാൻ പോവാണേ. ആ തുടയ്ക്കുന്ന തുണിയാണെങ്കിൽ നിങ്ങൾ കഴുകി തുടച്ചെടുക്കാവൂ. ഇത് പഴുക്കില്ല, ഞാൻ കഴുകേണ്ട ആവശ്യമില്ലായിരുന്നു. ഇതിപ്പം നല്ല ഇങ്ങനെ തുടച്ചെടുക്കുക, അല്ലെ വേറെ ഒരു തുണി ഇട്ട് തുടച്ചെടുക്കുക. എൻ്റെ ടീഷർട്ടും ഇതും എല്ലാം ഒരേ കളറാണ്. മാച്ചിങ്. ഈ ലോക്ക്ഡൌൺ സമയത്ത് AC ആരുടെയെങ്കിലും എന്തെങ്കിലും ഇതുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഇത് മാത്രം എടുത്ത് വെച്ച് ഒന്ന് ക്ലീൻ ചെയ്താൽ മതി കേട്ടോ. അത്യാവശ്യം ക്യാമറയുടെ നാണം ഒന്ന് മാറിയതല്ലേ ഇപ്പൊ? അതങ്ങനെ ഇല്ലയോ,
അയ്യോ എൻ്റെ പൊന്നെ, ആദ്യമൊക്കെ ഞാൻ പെടുന്ന പാടാ വായൊന്ന് തുറപ്പിക്കാൻ. പൂട്ടിട്ടേക്കുമായിരുന്നു, പൂട്ട്. ലോക്ക്ഡൗണിൻ്റെ താക്കോലിനേക്കാളും വലിയ താക്കോലായിരുന്നു ക്യാമറയുടെ മുമ്പിൽ വരുമ്പോൾ ജോസാൻ്റെ വായിക്കിട്ടേക്കുന്നത്. ഇപ്പം ഞാൻ നിർത്തുന്നു പറയേണ്ട അവസ്ഥയാണ്. ഇത് രണ്ട് ഫിറ്റ് ചെയ്യാൻ പോവാണേ. രണ്ട് ഫിറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കിക്കോണം. സത്യമായിട്ട് എനിക്ക് ജോസാനെ കണ്ടിട്ട് ചിരി സഹിക്കാൻ വയ്യ. നിങ്ങൾ ആരും എന്നെ കണ്ട് ചിരിക്കണ്ട. ആ വെച്ചോ. ഈ രണ്ട് ലെയർ ഉണ്ട്, ഇത് കയറ്റി ഇടാൻ വേണ്ടിയുള്ള. അതിനകത്തോട്ട് വേണ്ട ഇത് കണ്ട് ഇങ്ങനെ കയറ്റി അങ്ങ് വിടുക, എന്നിട്ട് ഇങ്ങനെ കയറ്റിയിടുക. ഇത്രയും ഉള്ളത്. അപ്പൊ താണ്ടെ അടുത്തത് നമുക്ക് താണ്ടെ ഇതേപോലെ ഇങ്ങനെ കയറ്റി ഇങ്ങനെ കയറ്റി ഇങ്ങനെ കയറ്റി അതിനിടയ്ക്ക് കയറ്റി ഇടാനുള്ള സ്പേസ് തന്നിട്ടുണ്ടേ. അതെ, ഇതിങ്ങനെ കയറ്റിയിടും. അപ്പൊ ഇത് അറിയാവുന്നവരുണ്ടെ ക്ഷമിക്കണേ, ഒട്ടും അറിയാത്തവരുണ്ടെങ്കിൽ ചെയ്തോട്ടെന്നും പറഞ്ഞ് കാണിക്കുന്നതാണേ. ഇത് അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണലായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം വീട്ടിൽ അത്യാവശ്യം ഈ സമയത്ത് ചെയ്യാൻ. ചൂട് കൂടുതലല്ലേ ഇപ്പൊ, AC കൂടുതൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയമാണ്. അതേപോലെ തന്നെ ഇതിന്റെ മേളിൽ ഒരു നെറ്റ് ഇതിന്റെ ഇതുണ്ട്, അത് വേണമെങ്കിൽ നിങ്ങൾ തുടച്ചോണം. ഈ ഇടത്തെ സൈഡിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊന്ന് ഒരു ചെറിയ മൂവ്മെന്റ് അതുകൊണ്ട് ഇതൊന്ന് കൊടുക്കുക, എന്നിട്ട് അത് അങ്ങനെ പിടിക്കുക. അതുകൊണ്ട് അടുത്ത ക്ലിപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഇത് രണ്ടും കൂടെ ഇങ്ങനെ ഒരുമിച്ച് കൊടുത്തേച്ച് അതുകൊണ്ട് നിങ്ങൾ ഇത് പ്രസ് ചെയ്യുക. അതുകൊണ്ട് ഇത് കണ്ടോ അടഞ്ഞു കഴിയും. ഇനി ഇതിനകത്തുള്ളതെന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മേളും കൂടെ അതുകൊണ്ട് ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കുക. AC ക്ലീൻ ആയി കിടക്കും. ഞങ്ങൾക്ക് ഇവിടെ പൊടി കുറവാണ്, ഞാൻ ആദ്യമേ പറഞ്ഞോണം. അതെ, ഇത്രയും അത്യാവശ്യം നിങ്ങൾ ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല കൂളിംഗ് ആയിരിക്കും. ഇത് ഓണാക്കുകയാണ്. അതെ, ഇപ്പൊ നല്ല കൂളിംഗ് ആയിരിക്കും. ഇനിയിപ്പോ പഴയത് ഞങ്ങൾക്ക് കൂളിംഗ് കുറവ് വരുമ്പോൾ ഞങ്ങൾക്ക് അറിയാം, അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. ആർക്കെങ്കിലും എവിടെങ്കിലും ഇപ്പൊ ഒറ്റയ്ക്ക് കഴിയുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ലേഡീസ് ആയാലും ജെന്റ്സ് ആയാലും നിങ്ങൾക്ക് ആർക്ക് വേണേലും ഇത് ചെയ്യാം. പക്ഷെ ഒന്ന് ഓർത്തോണം, സ്വിച്ച് ഓൺ ആക്കി ഇട്ടിട്ട് ചെയ്യരുത്. നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ആ സ്വിച്ച് ഓഫ് ആയിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ അത് സ്വിച്ചിന് അത് മാറ്റി ഇട്ടേച്ചേ നിങ്ങൾ ചെയ്യാവൂ. അത് നിങ്ങൾ കറണ്ടിന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരും. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ഗോഡ് ബ്ലസ് യു.